ആക്ച്വലി അകത്ത് കയറിയപ്പോഴാണ് പറയുന്നത് വീഡിയോ എടുക്കാൻ പാടില്ല കേട്ടോ. അപ്പം ക്യാമറാസ് അലൗഡ് അല്ല എന്ന് പറഞ്ഞു. അപ്പം ഞാനിപ്പോൾ എൻ്റെ ഫോണിലെടുക്കുവാണ്. അപ്പോൾ വിഷേട്ടൻ അവിടെ ഓർഡർ ചെയ്യാൻ നിൽക്കുവാണ്. ഇവിടെ ഭയങ്കര തിരക്കാണ് എന്ന് പറഞ്ഞാൽ കൊറോണ വന്നു എന്ന് പോലും നമുക്ക് സംശയമാണ്, അത്ര തിരക്കാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ പേടിച്ചാണ് നടക്കുന്നത്. അപ്പോൾ വിഷേട്ടൻ ഓർഡർ ചെയ്യുന്നു. അപ്പോൾ ഇനി ഫുഡ് വന്നിട്ട് എന്താണ് കൊണ്ടുവന്നത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, മോക്ക ഫ്രാപ്പച്ചിനോ ഇത് രണ്ടും. ഓക്കെ, എനിക്കും ടോളാണ് മേടിച്ചത് വിഷേട്ടൻ. ഓക്കെ, ഇത് റെഡ് വെൽവെറ്റ് കേക്കും ഇത് ലെമൺ ലോഫ് കേക്ക്. സൗണ്ട് ക്ലിയർ ആണോ എന്ന് അറിഞ്ഞൂടാ, അതാണ് വേറൊരു പ്രശ്നം. ഇഷ്ടപ്പെട്ടോ? എങ്ങനെയുണ്ട്? ലെമൺ ലോഫ് കേക്ക് കൊള്ളാം. ഞാൻ ആക്ച്വലി ആ ഫോട്ടോ കണ്ടിട്ട് എടുക്കണം എന്ന് വെച്ചാണ്. ഇപ്പോൾ ഞാൻ നൈക്ക സ്റ്റോറിൽ നിൽക്കുകയാണ്. അപ്പം പുള്ളിക്കാരൻ എനിക്ക് ഫൗണ്ടേഷൻ ഷെയ്ഡെല്ലാം കാണിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ്. കെ ബ്യൂട്ടിയുടെ ഫൗണ്ടേഷൻ മേടിക്കാനാണ് ഞാൻ വന്നത്. ഓക്കെ, लेकिन बहुत ज़्यादा डार्क होगा तो फिर उसको तो वाइट दिखेगा। मेरे लिए तो वाइट ठीक है, आपके लिए ठीक है, ये भी ठीक रहेगा, वो भी ठीक है। लेकिन अब ये लगाओ तो बेटर है। वो वाइट पूरा स्किन भी वाइट है, फाउंडेशन भी वाइट है, ज़्यादा वाइट। ये कौन सा शेड है? सब नॉर्मल है, वनीला। वनीला ठीक है ना? मेरे हिसाब से ഞാൻ ഫൗണ്ടേഷൻ എടുത്തു, പിന്നീട് ഒരു ലൂസ് സെറ്റിംഗ് പൗഡർ എടുത്തു. എൻ്റെ ലൂസ് സെറ്റിംഗ് പൗഡർ തീർന്നു പോയി. അപ്പം കെ ബ്യൂട്ടിയുടെ നല്ലതാണെന്ന് ഞാൻ ഒരുപാട് റിവ്യൂസ് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ലൂസ് പൗഡർ കൂടെ എടുക്കാം. അങ്ങനെ ഞാൻ ലൂസ് പൗഡർ വനില എന്ന് പറഞ്ഞ ഷെയ്ഡിലാണ് ഞാൻ ലൂസ് പൗഡർ എടുത്തത്. പിന്നെ Thank you. Yeah.
നമ്മളിവിടുത്തെ റിലയൻസ് സൂപ്പർ മാർക്കറ്റിലോട്ട് വന്നു. റിലയൻസ് സൂപ്പർ സ്റ്റോർ വലിയത്. അങ്ങനെ നമ്മൾ തിരിച്ചെത്തി അല്ലേ വിശേഷം? ഞങ്ങൾ തിരിച്ചെത്തി. അപ്പം ഇനി വേറെ എങ്ങും പോകുന്നില്ല. ഒരൊറ്റ എണ്ണത്തിന് മാസ്ക്. ഇതാണ് ബാക്ക്ഗ്രൗണ്ട് അല്ലേ? നമ്മുടെ റൂം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കാണുന്ന വ്യൂ ഇതാണ്. ഓക്കെ, ഇനി കൈ കഴുകണം, കുളിക്കണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. ഓക്കെ, അപ്പം ഞാൻ കുളിച്ചിട്ട് വന്നിട്ട് ഇവിടെ ബെഡിലിരിക്കുന്നു. വിഷേട്ടൻ കോഫി കുടിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്തതിന് ശേഷം ഞാനും വിഷേട്ടനും ഒന്ന് താഴേക്ക് പോകാമെന്ന് വെച്ചു. കാരണം ഞാൻ ഈ റെസ്റ്റോറൻറ്റ് സൈഡൊന്നും ഞാൻ കണ്ടിട്ടില്ല. കാരണം ഇന്നലെ ഞാൻ എത്തിയപ്പോൾ ലേറ്റായി. പിന്നെ എനിക്ക് താഴെയൊന്നും പോയി നിൽക്കാനുള്ളൊരു അവസ്ഥയിലല്ലായിരുന്നു. കാരണം കാലൊക്കെ ഭയങ്കര വേദനയായിരുന്നു. ഒത്തിരി നടക്കേണ്ടി വന്നു. ഒരുപാട് നടന്നു. ഒരുപാട് കടയിലൊക്കെ കയറി. അപ്പോൾ അത് കാരണം താഴേക്ക് പോയില്ല. പിന്നെ അത് മാത്രമല്ല, ഇന്നത്തെ നമ്മൾ കണ്ട ഒരു കാഴ്ച എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഭീകര കാഴ്ചയാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇപ്പൊ കോവിഡിന്റെ സമയമാണ്. അതിന്റെ കോവിഡ് എന്തുമാത്രം സീരിയസ് ആയിട്ടുള്ളൊരു അസുഖമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മളിൽ തന്നെ ഒത്തിരി പേര് സഫർ ചെയ്ത ആൾക്കാരുണ്ട്. ഇപ്പം കേരളത്തിന്റെ കാര്യം പറയുവാണെങ്കിൽ പോലും ഒരുപാട് പേർക്ക് കോവിഡ് വന്നിട്ടുണ്ട്. കോവിഡ് കാരണം ഒരുപാട് പേര് മരണപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒന്നും സീരിയസ്നെസ് ഇവിടെ എനിക്കറിയില്ല. പക്ഷേ ഞാനും വിഷയമായിട്ടും സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ പേടിച്ചാണ് നിന്നത്. കാരണം ഒരാൾ പ്രോപ്പറായിട്ട് മാസ്ക് ഇട്ടിട്ടില്ലായിരുന്നു. അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പം പിന്നെ നടക്കുമ്പോൾ പോലും ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ടാണ് എല്ലാവരും നടക്കുന്നത്. തൊട്ടാണ് പോകുന്നതെല്ലാം. അപ്പോൾ നമ്മളിപ്പോൾ 1 മീറ്റർ സോഷ്യൽ ഡിസ്റ്റൻസിങ് വയ്ക്കണം. അതൊന്നും ഇവിടെ ആൾക്കാർ ശ്രദ്ധിക്കുന്ന പോലുമില്ല. ഇപ്പം ബിഫോർ കൊറോണ എന്ന് പറയുന്ന പീരീഡ് എങ്ങനെയായിരുന്നോ അതുപോലെയാണ് ഇപ്പോൾ ഇവിടെ. പക്ഷെ ഇവിടെ കേസസ് കുറവായതുകൊണ്ടാണോ എന്താണെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ ഞാൻ റിലയൻസിൽ പോകുന്ന സമയത്ത് എല്ലാവരും ചില ആൾക്കാർ മാസ്ക് വെച്ചിട്ടുണ്ടെങ്കിലും താഴ്ത്തി വെച്ചിട്ടാണ് അവർ ഷോപ്പ് ചെയ്യുന്നതുമെല്ലാം. പിന്നീട് ഒരുപാട് പേരുടെ കയ്യിൽ മാസ്ക് ഇല്ലായിരുന്നു. അപ്പോൾ പുറത്തിങ്ങനെ ഒരു സെക്യൂരിറ്റി ഗാർഡ് നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരനോട് ഞാൻ പോയി ചോദിച്ചു, ഇങ്ങനെ ഇവിടെ ആരും അങ്ങനെ മാസ്ക് വെക്കാറില്ലേ എന്താണെന്ന് ഞാൻ ചോദിച്ചപ്പോൾ പുള്ളി പറയുമായിരുന്നു, എത്രയെന്ന് പറഞ്ഞ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കും. ഇവിടുത്തെ ആൾക്കാർക്ക് മാസ്ക് വെക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അവർക്കൊന്നും താല്പര്യമില്ല എന്ന് പറഞ്ഞു. മാസ്ക് വെക്കുന്നവർക്ക് കൊറോണയാണെന്നാണ് ഇവിടുത്തെ ആൾക്കാർ തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. പിന്നെ മാസ്ക് വെക്കുന്നത് എന്തോ ഒരു ഭോജാണെന്നുള്ള, ഭോജം എന്ന് പറയുമ്പോൾ എന്തോ ഒരു ഭാരം പോലെ ആണെന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ മാസ്ക് വെക്കുന്നത് ഒരു ഭാരമായിട്ടാണ് ഇവിടുത്തെ ആൾക്കാർ കാണുന്നതെന്ന് പറഞ്ഞു. പക്ഷെ അത് മാത്രമേ ഉള്ളൂ. സ്ഥലമെല്ലാം നല്ലതാണ്, വളരെ നല്ല സ്ഥലമാണ്. ഇതിപ്പോൾ ആക്ച്വലി ഇത് വിഷേൻ്റെ ടീഷർട്ടാണ്. ഞാൻ കൂടുതലും വിഷേൻ്റെ ടീഷർട്ട്സാണ് യൂസ് ചെയ്യുന്നത് വീട്ടിലിരിക്കുമ്പോൾ. കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഓവർ സൈസ്ഡ് ടീഷർട്ട് ഇട്ടോണ്ട് നടക്കാനാണ്. ഇപ്പോൾ പുറത്ത് പോവുകയാണെങ്കിൽ പോലും ഇപ്പോൾ മിക്ക സമയത്ത് ഞാൻ ഓവർ സൈസ്ഡ് ആയിട്ടുള്ള ടീഷർട്ട്സാണ് ഞാൻ ഇടുന്നത്. എനിക്കിഷ്ടമാണ്. പിന്നെ കൂടുതലും ചിലപ്പോഴൊക്കെ ഞാൻ പുറത്ത് ഷോപ്പിങ്ങിന് പോകുന്ന സമയത്ത് ഞാൻ ജെൻ സെക്ഷനിൽ നിന്ന് ഞാൻ മേടിക്കാറുണ്ട് കേട്ടോ. ജെൻ സെക്ഷനിൽ നിന്ന് ടീഷർട്ട്സ് ഒക്കെ ഞാൻ മേടിക്കാറുണ്ട്. ജെൻ സെക്ഷനിൽ എടുക്കുവാണെങ്കിൽ ഒരു സ്മോൾ ഓർ മീഡിയം എനിക്ക് കറക്റ്റ് ആവും. അപ്പോൾ അങ്ങനെ നോക്കി എടുക്കാറുണ്ട്. അപ്പോൾ ഇത് വിഷയമായിട്ട് ഓൺലൈൻ പർച്ചേസ് ചെയ്തതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് എനിക്കിഷ്ടമാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ ടീഷർട്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ടീഷർട്ട് അടിച്ചു മാറ്റി. പിന്നെ ഈ ഇടയ്ക്ക് ഒത്തിരി ടീഷർട്ട്സ് ഒക്കെ ഓർഡർ ചെയ്യാൻ സമയത്ത് അതിൽ നിന്നൊക്കെ ഞാൻ സോർട്ട് ഔട്ട് ചെയ്ത് എനിക്ക് ഇഷ്ടപ്പെടുന്നതല്ല ഞാനിങ്ങനെ മാറ്റി വെച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഞാനൊരു ഓവർ സൈസ് ടീഷർട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി കുറച്ചു നേരം കഴിഞ്ഞിട്ട് താഴേക്ക് പോവും. അപ്പോൾ അതിന് മുമ്പ് ഞാൻ എന്തായാലും ഇത് ഫേസ് ഒക്കെ ഫേസ് വാഷ് വാഷ് ചെയ്തു. കാരണം ഇപ്പോൾ കുറച്ച് ആക്നെ ഇഷ്യൂസ് എനിക്ക് വരുന്നുണ്ട്. വേറൊന്നുമല്ല, ഞാൻ പറഞ്ഞല്ലോ മാസ്കിൻ്റെ കാരണം കൊണ്ടിട്ടാണ് എനിക്കിങ്ങനെ ആക്നെ ഇഷ്യൂസ് വരുന്നത്. പക്ഷേ സേഫ്റ്റി ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. അത് കാരണമാണ് മാസ്ക് നമ്മൾ എപ്പോഴും ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിമ്പിൾസ് വരുന്നോ ആക്നേസ് വരുന്നോ അതൊക്കെ നമുക്ക് മാറ്റാമെന്നുള്ള കാര്യങ്ങളേ ഉള്ളൂ. അപ്പം ഇനി മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാൻ പോവാണ്.
അപ്പോൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് ന്യൂട്രിഡോം വിറ്റമിൻ ഇ മോയ്സ്ചറൈസിംഗ് ലോഷനാണ് ഞാൻ അപ്ലൈ ചെയ്തത്. ഇതിപ്പോൾ മേക്കപ്പിന്റെ ബേസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതല്ല ഇപ്പോൾ നമ്മൾ നോർമലി നമ്മുടെ ഒരു ഡേ സ്കിൻ കെയർ റൂട്ടീനിലോ അല്ലെങ്കിൽ ഒരു നൈറ്റ് സ്കിൻ കെയർ റൂട്ടീൻ ആണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. ഈ മോയ്സ്ചറൈസറിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു സെൻസിറ്റീവ് സ്കിൻ ആണെങ്കിൽ പോലും വലിയ പ്രശ്നമില്ല. ഇതിപ്പോൾ നോർമൽ സ്കിൻ ടൈപ്പിന് യൂസ് ചെയ്യാം, സെൻസിറ്റീവ് സ്കിൻ ടൈപ്പിന് യൂസ് ചെയ്യാം. ഏത് സ്കിൻ ടൈപ്പ് ആണെങ്കിലും ഈ ഒരു മോയ്സ്ചറൈസർ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ സൺബേൺഡ് ആയിട്ടുള്ള സ്കിൻ ആണെങ്കിൽ പോലും ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് നമ്മുടെ ഡേ സ്കിൻ കെയർ റൂട്ടീനിലും നൈറ്റ് സ്കിൻ കെയർ റൂട്ടീനിലും നമ്മൾ ഒരുപോലെ ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതെല്ലാം ഹീൽ ചെയ്യും. ഈ മോയ്സ്ചറൈസറിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും മോയ്സ്ചറൈസർ ഇട്ട് കഴിഞ്ഞു. അതിനുശേഷം ഞാനൊരു ഐ ക്രീം ഇടാൻ പോവാണ്. ഇത് ഒരു മെഡിക്കേറ്റഡ് ഐ ക്രീം ആണ്. ഇത് നിങ്ങൾ ഇപ്പം മേടിക്കണം എന്നില്ല, കാരണം ഇതെന്റെ ഡെർമറ്റോളജിസ്റ്റ് സജസ്റ്റ് ചെയ്ത ഐ ക്രീമാണ്. കാരണം എൻ്റെ ഐസിന്റെ താഴെയായിട്ട് കുറച്ച് ഷാഡോ പോലെ ഒരു സംഭവം വരുന്നുണ്ട്. അത് മറ്റൊന്നും കൊണ്ടല്ല, ഇപ്പൊ ഞാൻ ഓവർ സ്ട്രെയിൻഡ് ആയിട്ടിരുന്ന് വർക്ക് ചെയ്യുന്നുണ്ട്, പിന്നെ ഞാൻ ലാപ്ടോപ്സിൽ ഒത്തിരി നേരം ഇരുന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാരണം വരുവാണ്. പിന്നെ അത് മാത്രമല്ല, ഞാൻ ഉറങ്ങാൻ ഭയങ്കര ലേറ്റ് ആയിട്ടാണ് ഉറങ്ങുന്നത്. ഈയിടെയായിട്ട് കുറച്ച് തിരക്കായിരുന്നത് കാരണം അങ്ങനെ പ്രോപ്പറായിട്ടൊന്നും ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷെ അത് ചീത്തയാണ്, അങ്ങനെ ആവരുത്. അപ്പോൾ അത് കാരണം എനിക്ക് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത് തന്ന ഒരു ക്രീമാണിത്. ഇഗ എന്നാണ് എൻ്റെ ഇഗ എന്നാണ് ഇട്ടിരിക്കുന്നത്. ഒരു നൈറ്റ് ക്രീം എന്നാണ് എഴുതിയിരിക്കുന്നത്, പക്ഷെ എൻ്റെ അണ്ടർ ഐ പോർഷനിൽ ഇടാനാണ് എനിക്ക് തന്നത്. ഞാനിപ്പോൾ ഈ ഒരു ക്രീം കൺസിസ്റ്റന്റ് ആയിട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഐ ക്രീം വളരെ ചെറിയൊരു ക്വാണ്ടിറ്റി കയ്യിലെടുക്കും, ചെറിയൊരു ബേണിംഗ് സെൻസേഷൻ ഉണ്ടാക്കും. അത് കാരണം നമ്മുടെ അണ്ടർ ഐ പോർഷനിലൊക്കെ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്തിട്ട് ഇടാവുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഒന്ന് രണ്ട് തമ്മിൽ ഇങ്ങനെ ഡാബ് ചെയ്തതിന് ശേഷം കണ്ണിന്റെ ഈ പോർഷനിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. ഇട്ട് കഴിയുമ്പോൾ ഒരു ബേണിംഗ് സെൻസേഷൻ ഉണ്ടാകും കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ എല്ലാവർക്കും സൂട്ടബിൾ ആവണം എന്നില്ല. ചില ആൾക്കാർക്ക് ഇത് ഒട്ടും തന്നെ സൂട്ടബിൾ ആയിരിക്കില്ല, നല്ല ഇറിറ്റേഷൻ കോസ് ചെയ്യും. അതുകൊണ്ട് ഇത് മേടിച്ച് ഇപ്പോൾ യൂസ് ചെയ്യണ്ട. അതായത് ഡെർമറ്റോളജിസ്റ്റിൻ്റെ അടുത്തൊക്കെ ചോദിച്ചതിന് ശേഷം യൂസ് ചെയ്താൽ മതി. പിന്നെ ആദ്യത്തെ പ്രാവശ്യമൊക്കെ എന്നോട് ഡോക്ടർ പറഞ്ഞത് ആദ്യത്തെ ഒരു 2-3 ഡേയ്സ് എന്നോട് ആദ്യം കയ്യിലിടാൻ പറഞ്ഞു. കയ്യിലിട്ടതിന് ശേഷം അലർജീസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യരുതെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് അലർജീസ് ഒന്നും ഉണ്ടായില്ല. അത് കാരണം ഒരു 3 ഡേയ്സ് കഴിഞ്ഞതിന് ശേഷം കണ്ണിൻ്റെ അടിയിലിടാൻ പറഞ്ഞു, താഴത്തെ പോർഷനിൽ മാത്രം. അപ്പോൾ താഴത്തെ പോർഷനിൽ ഇട്ടതിന് ശേഷം ഒരു 2 hours കഴിയുമ്പോൾ വൈപ്പ് ചെയ്ത് കളയണം എന്നും പറഞ്ഞു. ഹോൾ നൈറ്റ് ഇടരുതെന്ന് പറഞ്ഞു. ആദ്യത്തെ ഒരു 2-3 ഡേയ്സ് അങ്ങനെ ചെയ്യാൻ പറഞ്ഞു. അത് ചെയ്തു. പിന്നെ അതിന് ശേഷമാണ് ഐലിഡ്സിൽ ഇടാൻ പറഞ്ഞത്. ഇപ്പോൾ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും ക്ലെൻസ് ചെയ്തതിന് ശേഷം മോയ്സ്ചറൈസറോ സെറം എന്തെങ്കിലും അപ്ലൈ ചെയ്തതിന് ശേഷം കണ്ണിനടിയിലൊക്കെ നന്നായിട്ട് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഈ ഐ ക്രീം ഇടും. ഐ ക്രീം ഇട്ടിട്ടാണ് ഞാൻ കിടക്കുന്നത്. ഓക്കെ, ഞാനും വിഷേട്ടനും താഴേക്ക് പോകാൻ പോവാണ്. ലിഫ്റ്റിൽ കയറുന്നു. ഓക്കെ ഗൈസ്, വി ആർ ഗോയിങ് ഡൗൺ സ്റ്റെയർസ്. ഓക്കെ, ഈ ബിൽഡിങ്ങിൻ്റെ ഇത് സെൻട്രൽ പോർഷനിൽ വരുന്ന ബിൽഡിംഗ് ആണ്. നമ്മുടെ ഫ്ലാറ്റ് ഈ വശത്തായിട്ട് വരും, 12th ഫ്ലോറിൽ. ഈ ഗ്രൗണ്ട് ഫ്ലോറിൽ ജിമ്മാണ്, മേളിലത്തെ ഫ്ലോറിൽ റെസ്റ്റോറൻ്റ് ആണ്. क्या करूँ मैं, मर जाऊँ? मेरे को फीलिंग्स नहीं है, तुम्हारी फीलिंग्स तुम्हारी, मेरे को फीलिंग्स नहीं है, तुम्हारी फीलिंग्स तुम्हारी, मेरे को फीलिंग्स नहीं. അങ്ങനെ താഴെയൊക്കെ പോയിട്ട് വന്നു. താഴെയൊക്കെ ഞാൻ കാണിച്ചു തന്നു. അവിടെ റെസ്റ്റോറൻ്റ് ഉണ്ട്, പൂളുണ്ട്, പിന്നെ ജിമ്മുണ്ട്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ ഒരു ഗാർഡൻ ഏരിയ പോലത്തെ ഒരു സ്ഥലമുണ്ട്. ഇരിക്കണമെങ്കിൽ അവിടെ പോയി ഇരുന്ന് ടൈം സ്പെൻഡ് ചെയ്യാം. അപ്പോൾ അവിടെ കുറച്ച് പേരൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് ഷോർട്സൊക്കെ എടുത്തതിന് ശേഷം ഞാനും വിഷയനും തിരിച്ച് മെയിലിലേക്ക് വന്നു. ഇനി കുറച്ച് വർക്കുണ്ട്, എനിക്ക് ചെയ്ത് തീർക്കാനായിട്ട് കുറച്ച് വർക്കുണ്ട്. വിഷയനും കുറച്ച് വർക്കുണ്ട്. അതെല്ലാം ചെയ്തതിന് ശേഷം നമ്മൾ കിടന്നുറങ്ങും. എനിക്ക് ഒത്തിരി പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഏതായാലും നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ, ടേക്ക് കെയർ. रिकॉर्डिंग बस करो.